മമതാ ബാനർജി അങ്ങനെ വലിയ പാൽക്കിവാലയെ പോലെയോ സോളി സൊറാബ്ജിയെ പോലെയോ റാം ജത്മലാനിയെ പോലെ പ്രഗത്ഭ ഒരു അഭിഭാഷകയല്ല. അവർ ഏതോ കാലത്ത് കൽക്കട്ടയിലെ ഏതോ കോളേജിൽ നിന്ന് ഒരു LLB പാസ്സായിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് എം സ്വരാജ് അല്ലെങ്കിൽ AA റഹീം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അഡ്വക്കേറ്റാണ്. മാത്രമല്ല ഇവർ പറഞ്ഞ് ഇംഗ്ലീഷ് മനസ്സിലാക്കണമെങ്കിൽ ബംഗ്ലാ ഭാഷയിൽ അഗാധമായ പരിജ്ഞാനം വേണ്ടി വരും. ചീഫ് ജസ്റ്റിസ് കറങ്ങിപ്പോയിക്കണം. കാരണം സാധാരണക്കാർ പറഞ്ഞ ഇംഗ്ലീഷല്ല. ആ മമതാ ബാനർജി പറയുന്നത് ബംഗാളിയുടെ ചൊവ്വ വളരെ കൂടുതലുള്ള ബംഗ്ലാ ഭാഷയിലുള്ള ഒരു ഇംഗ്ലീഷാണ്. അതിനെ വേണമെങ്കിൽ നമുക്ക് ബംഗ്ലീഷ് എന്ന് പറയാം. ആ ഭാഷ മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ദ്വിഭാഷയെ വെക്കേണ്ടത്. അങ്ങനെയുള്ള ഇംഗ്ലീഷിൽ ഇവർ 10 മിനിറ്റ് ആർഗ്യൂ ചെയ്തു എന്നാണ് പറഞ്ഞത്. 10 മിനിറ്റ് ആർഗ്യൂ അല്ല, 10 മിനിറ്റ് രാഷ്ട്രീയ പ്രസംഗം നടത്തി എന്ന് പറഞ്ഞായിരിക്കും കൂടുതൽ ശരി. അത് കേട്ടപ്പോൾ ഇവർ ഇരുത്താൻ വേറെ ഒരു മാർഗ്ഗമില്ലാതെ ചീഫ് ജസ്റ്റിസ് എന്ന് വെച്ചാൽ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ കൽപ്പിച്ചു. എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ സാധാരണ നടപടിക്രമമാണ്, വെറും ഒരു നോട്ടീസാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്യും, വാദം കേൾക്കും, ഒന്നെങ്കിൽ ഗുണമായിട്ടോ ദോഷമായിട്ടോ വിധിക്കും. അതിനിപ്പോൾ മമതാ ബാനർജി അവിടെ റിപ്പോർട്ട് ആവശ്യമില്ല. മമതാ ബാനർജി പോയത് ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ബംഗ്ലാദേശിലെ നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടി വാദിക്കാൻ വേറെ ആരുമില്ലെങ്കിലും മമതാ ബാനർജി കൊണ്ട് ദീദി അവിടെ ഉള്ളിടത്തോളം കാലം നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും എന്ന കൃത്യമായ സന്ദേശം ആർക്ക് കൊടുക്കണം? ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കണം. നുഴഞ്ഞുകയറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് കൊടുക്കണം. ആ വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കി നിലനിർത്തണം. ഇത്രയും മൂപ്പിലാത്തി ഉദ്ദേശിച്ചുള്ളൂ. അതിൽ അവർ അസൂയാവഹമായിട്ട് വിജയിക്കിച്ചു. ആ കാര്യം നമുക്ക് അംഗീകരിക്കാൻ നിർത്തിയില്ല. ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ് എങ്കിൽ പോലും ആ സ്റ്റണ്ട് പഴയ സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജനെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ മമതാ ബാനർജി നിറവേറ്റി കഴിഞ്ഞു.